ഐ ആം ഷുഗർ കട്ട്. കുഞ്ഞുണ്ണി എന്താ കട്ടാണ്? ഷുഗർ പെരീന്ന് കക്കൽ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ നമ്മുടെ ഔദക്കുഞ്ഞിന്റെ ഹാപ്പി ബർത്ത്ഡേ. പ്രതിജ്ഞ ഇങ്ങനെ പിടിച്ച. ഇനി ഞങ്ങൾ ഞാൻ പറയുന്നവര് പറയണം കേട്ടോ. കൈ ഇങ്ങനെ പിടിച്ച് സ്കൂളിലേക്ക് ഞാൻ വെറൈറ്റി ഒന്ന് പിടിച്ചതാ. പറഞ്ഞ കിട്ടുന്ന നന്നായിന്ന് തോന്നിപ്പിച്ചാന്. ഇപ്പൊ പണ്ടാർത്ഥങ്ങള് മുഴുവൻ പന്താ. കുഞ്ഞോളൊക്കെ 2 മൂക്കുതിപ്പങ്ങളതാ വരുന്നുണ്ട്. ജൂൺ മാസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ജൂൺ മാസത്തിനൊക്കെ ചെറുപ്പത്തിന് ഒരുങ്ങണത്. പിന്നെ പ്രസവിച്ചത് 10 മാസം ആ മഴക്കാലത്ത്. അതൊക്കെ ഏതപ്പ കണ്ടു. ഇറങ്ങണില്ലേ? അപ്പാപ്പനോട് പറഞ്ഞിട്ടില്ലേ? ഇതിനെപ്പോഴാ കൊണ്ടുപോയതാ? അപ്പൊ ഓട്ടർഷീലോ? അതിനെങ്ങനെയാണ് ഇരുത്തലും പിടിച്ചലൊക്കെ? അങ്ങനെ കൊടുത്തേക്കാൻ നിൽക്കരുതിട്ടേക്ക്. അങ്ങനെ കൊണ്ടുപോകാൻ നിൽക്കരുത് തന്നെ പറഞ്ഞതേ. അത് മടിയിലിരുത്തിയാണ്. അത് വണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായ കുട്ടി ഇരിക്കാൻ പഠിച്ചത്. ഏത് ഡ്രസ് അടി? എനിക്ക് തോന്നി വെറൈറ്റി ഡ്രസ്സുമായി ചിഞ്ചവും കുഞ്ഞോളും. മാക്സി ടിഷ ബേബി. എന്ത് അതിന്റെ സ്പാൻഡറൊക്കെ ആണ് ഏറ്റവും പറഞ്ഞാൽ അത് വാങ്ങാൻ തറവാടുക്ക പോലെ. അപ്പൊ ഗിരിഗിരി അത് നന്നാക്കണമെങ്കിൽ പ്ലെയറോ സ്പാനറൊക്കെ വേണം. അത് എടുക്കാൻ വന്നാ പിന്നെ തിന്നായൊന്നുമില്ല. കുറച്ചൊക്കെ തിന്നേരാണെങ്കിൽ. ഇത് എവിടുന്നാണ് ചിഞ്ചുവാ? എന്താ അവിടെ നിന്നാത്ത ഈച്ചാളൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെ. എന്നിട്ട് ഇപ്പള തിന്നണേ അവിടെ അല്ല. അപ്പൊ ഇപ്പാക്ക് ഇരുന്നച്ച ചക്കയാണ്. ഇപ്പൊ അനച്ചു വേണ്ടാറുണ്ട് കാക്കുന് ഇരുന്നച്ച കൊണ്ടേ കൊടുത്തലായിരുന്നു. അപ്പൊ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ തിന്നാക്കണ സൗണ്ടില്ലാത്ത പരിപാടി. ഇപ്പാന്റെ അപ്പ ടീഷനെ ഇപ്പൊ ഓട്ടർഷി കൊണ്ടുവന്നല്ലേ? ഉമ്മച്ചിന്റെ അതേ സ്വഭാവം. ഇപ്പൊ വന്നപ്പോഴേ ഒരു മനസ്സെടുക്കാല്ലോ. ഞാനായിട്ട് എടുക്കണില്ല. ഇപ്പൊ വന്നപ്പോ ഉണ്ട് ചവിട്ടിയാണ് പൊന്തിട്ട് ഊരകൾ പൊന്തിച്ച് ഇപ്പാനടുത്തേക്ക് എങ്ങനത്തെങ്കിലും തെണ്ടിയാ മതി. ഇപ്പൊ ഞാൻ അടുത്ത പോക്കിനുള്ള കിതപ്പേടി വിശക്കുണ്ടോ? പാല് മറ്റേ ചിഞ്ചുവിനൊന്നും പറ്റൂലേ. അംഗനവാടിക്ക് കോളന്നെ ഗെയിമൊക്കെ ഇപ്പൊ വലിച്ചെട്ടണേ. അവിടെ ഏതെങ്കിലും മരത്തുമക്കളെ കിട്ടിട്ടാ ചക്ക ഉണ്ടായിക്കണല്ലേ? അപ്പൊ ഇതിന് സീസണൊന്നും ഇല്ലോന്നല്ലേ? ഞാൻ പറഞ്ഞ നിജം പറഞ്ഞു. പൊതുവെ കുറ്റിക്കലാണ് ഉണ്ടായല്ലേ? അപ്പൊ കഴിച്ച നമ്മളെ പ്ലാവ് കണ്ടില്ല നിങ്ങള്? കാറ്റടിച്ച് ഏകദേശം ഈ ഏരിയ മൊത്തം ചാഞ്ഞിക്കണല്ലേ? കായില്ലൊന്നും മുറിച്ചണ്ട. ഇതൊക്കെ കായുണ്ട് ഗൈസ്. ഇതിന്റെ വളം മാറിയണത് ചക്ക തന്നെ കേട്ടോ അല്ലേ? ചക്കച്ചോളി
ചക്കൻ്റെ ഞവണിയും ഒക്കെ ചക്കക്ക് തന്നെ കൊണ്ടുവന്ന് ഇട്ടെടുക്കും. അതൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായിരിക്കണം. പച്ചക്കറി വേസ്റ്റാണ്. ആടുകളുണ്ടെങ്കിൽ നല്ലതല്ലേ. ഇപ്പം അതിനൊരു ആടിന് വാങ്ങേണ്ടി വരും. അങ്ങനത്തെ എല്ലാം ഇങ്ങനെ കാണുമ്പോൾ വെച്ചാൽ ഓർമ്മ പിലാവിൻ്റെ ഇല എനിക്ക് വേണോ കുറച്ച് പ്ലാവിൻ്റെ ഇല? പ്ലാവിൻ്റെ ഇല വേണോ? അരച്ച് തന്നല്ലേ നല്ലതേ കാര്യം. ചിലപ്പോ ഉപ്പേരിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഇളമേ ഒരു ദിവസം വെച്ചാലോ? നിങ്ങൾക്ക് അരച്ചറിഞ്ഞാൽ ഇല്ല എനിക്ക് വേണ്ട. വട്ടത്തിലാണ് വെട്ടിയപ്പോലെ. മുറിച്ചണോ? ഞാൻ തോന്നുന്നുണ്ട് മുറിച്ചാണ്. ഇത്രയും നല്ലൊരു കൊമ്പള ഒട്ടി മുറിച്ചറിയുമ്പോഴേ അത്രയും തിന്നാൻ കൊടുത്ത് ഇതാക്കിയ ഞാനിച്ചൊക്കെ എനിക്കൊണ്ട് മേലെ കെട്ടാൻ തോന്നണേ. അവിടെ ഉണ്ട് ലാഡറുണ്ട് കേട്ടോ. ഫോൺ അടിച്ചിട്ടുണ്ട്. ടിഷു ബേബി ടിഷ എന്താണിത്? ലാഡറും കൊണ്ടുവരുന്നുണ്ട്. കാക്കുൻ്റെ മേലെ അനങ്ങിയാൽ പിന്നെ എങ്ങനെയാണ് വീഡിയോ എടുക്കണം? ലാഡർ കൊണ്ടുവരണം. ഇതുമത്തെ ചക്ക എല്ലാം തിന്നലാരാ? ഇവിടെ ഉറച്ചിക്കണോ ഈ ഭാഗ? ഇങ്ങോട്ട് പോന്നാ പോരുവോ? ചക്ക ചാടിന് ചെറിയില്ല. ഉരുണിച്ചക്ക കടച്ചക്കയാണ് കൂട്ടാൻ വെച്ചാലോ? ഇത് കൂട്ടാൻ വെക്കാനായിട്ടില്ല. പറയണ കേൾക്കാനാണ് ഇവിടെ വന്നാ ഞങ്ങൾ വെച്ചോ ഭർത്താവേ 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 ചോദിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് അതൊക്കെ ഇഷ്ടം. ആര് നമ്മള് കേടാ പൊടി ബന്ധല്ലേ, എടിപോട ബന്ധല്ലേ നമ്മള്. പിന്നെ ഇപ്പൊ എന്താ അപ്പൊ ഗൈസ് നമ്മൾ അബ്രുവിന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? മുട്ടായിക്കെ കൊണ്ടുപോയി ഒറ്റക്ക് തിന്നുവോ? എന്താണ് ഞങ്ങൾക്ക് ഇത് കെട്ടിയെടുക്കാം, ലാവ് കെട്ടിയെടുക്കാം. എന്താ ഷുഗർ ആട്ടോ? ഇതിക്ക് പഞ്ചാര ഇട്ടിട്ടില്ലേ? പഞ്ചാര ഇട്ടിട്ടില്ലേ? പഞ്ചാര ഇടണ്ട, അതറിയില്ല. ഫ്രൂട്ട്സിന്റെ ഷുഗർ ഒക്കെ ഷുഗർ തന്നെ. ഏരിയ കൊണ്ട് ഒഴിഞ്ഞില്ലേ? അപ്പൊ ഞങ്ങൾ അങ്ങനെ വലിച്ചു കെട്ടിട്ടോ. കയറെടുത്തുന്നാരാ? ഇത്രയും കാലം അങ്ങനത്തെ ചാഞ്ഞറിഞ്ഞല്ലോ. അന്ന് ലാഡർ എടുക്കാൻ കയറെടുക്കാൻ ഓർമ്മല്ലേ? ഇനി ഞാൻ ആ കൊമ്പ് കെട്ടാൻ പഠിച്ചിട്ട് ഇങ്ങനെ നിന്നല്ലേ. കുടിക്കൊണ്ട് പിന്നെ അതിന് ഈത്തേക്കേണ്ടി വരും. ഇവിടെ കൊടുത്തിട്ട് അങ്ങനെ തളപ്പിച്ച് വെക്കാൻ പറ്റിയില്ലേ? എന്താ ഇങ്ങനെ വെറുപ്പിച്ചേ? നോക്കി നോക്കി ജിബ്രാനി നായിനി പോയി കൊണ്ടുപോവാ. അപ്പോലെ അനു കൊണ്ടുവരൂലേ? കൊണ്ടാക്കി ഞാൻ കൊണ്ടാക്കിയില്ലേ? നിങ്ങളല്ലേ അപ്പൊ കൊണ്ടുവരും പറഞ്ഞത് രാവിലെ തന്നെ. അല്ലെങ്കിൽ വൈകുന്നേരം ഞങ്ങളാണ് പോക്ക്.
അപ്പൊ പറഞ്ഞു അപ്പൊ അതിനൊന്നും ഒരുങ്ങിയിട്ടില്ല. ഞാൻ പോയി കൊണ്ടുവരാം ടീഷ നഴ്സറിക്ക് പോയി കൊണ്ടുവരട്ടാ. ഓക്കെ ഇഷ്ടാണ്. ഹലോ ഗായ്സ്, അങ്ങനെ ഗായ്സ് നമ്മുടെ ഔദക്കുഞ്ഞിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്ന്. ഹാപ്പി ആയോ? സന്തോഷം? ഇനി സ്കൂളിൽ പോകാൻ മാറ്റിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി ഞാൻ എന്നും പ്രതിജ്ഞ ഇങ്ങനെ പിടിച്ച ഇനി ഞങ്ങൾ ഞാൻ പറയുന്നവര് പറയണം കേട്ടോ. കൈ ഇങ്ങനെ പിടിച്ച് സ്കൂളിലേക്ക് എനിക്ക് അയച്ചെന്ന് പ്രതിജ്ഞ. ഇനി ഞങ്ങൾ സ്കൂളിലേക്ക് എന്നും പോകും. പ്രതിജ്ഞ ഫുള്ള് കഴിഞ്ഞിട്ടില്ല. കൈ ഇങ്ങനെ പിടിച്ച് പ്രതിജ്ഞയില് പോ വെള്ളം കലർത്തി. വാ പ്രതിജ്ഞ പറയടാ. അബ്രോ ബർത്ത്ഡേ ആണെന്ന് പറയണേ കേട്ടോ. അബ്രോനോടെ ഞാൻ പുതിയ പുതിയ ആപ്പിള ഒരാൾ ഫോട്ടോ കെട്ടപ്പോഴേ പുതിയ ആപ്പിള ഇപ്പൊ പുതിയ പെണ്ണുങ്ങളെ ഡ്രസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അബ്രോ ഇങ്ങോട്ട് നോക്ക്. കൈ ഇങ്ങനെ പിടിച്ചേ. എനിക്ക് ബർത്ത്ഡേ അല്ല കേട്ടോ. എന്നാ അഞ്ച് കുട്ടി പിടിച്ചു. ഇന്ന് ഞങ്ങളുടെ അബ്രുവിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ചാടി കളിച്ചണ്ട. നിങ്ങൾ എന്തിനാണ് ഈ ചാടുന്നത്? ഇന്ന് ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. കേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. മാണെ പ്രതിജ്ഞ പറഞ്ഞോ. കേക്ക് വേണമെങ്കിൽ കേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. പ്രതിജ്ഞ വായിക്കടാ. ഇല്ല അങ്ങോട്ട് പോര്. എടാ എന്നാ പോയിക്കോളൂടാ. ഗ്യാസ് ബിലോക്കാണി ബർത്ത്ഡേ ആണ് പറഞ്ഞപ്പോഴേ കേക്ക് മുറിച്ചാണ്. കേക്ക് ബാക്കി ഉണ്ടോ വെച്ചാണ്ട് വന്നേക്കാം. ആയിക്കോട്ടെ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു കേക്കിന്റെ ട്രൗസർ ഇട്ട സ്ഥിതിക്ക് സ്ക്വയർ പോകാൻ സാധ്യതയില്ല. സ്ക്വയർ അതെന്താ? അത് എനിക്ക് കുറച്ച് ഉസുറും കൂടി ഇല്ല. അതുകൊണ്ട് എനിക്ക് ഉസുറും കൂടി ഇല്ല. പിന്നെ ഇവിടെ വരുത്തുണ്ട് കേട്ടോ. മറയത്ത് മറയത്ത് ഇങ്ങോട്ട് പോയിക്കോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബാക്കി കൊണ്ടുവരും. ഗൈസ് നോക്കാണ് കോട്ടിട്ടാണ് കുയിന്താട്ട് നോക്കാണ്. ഓനക്കിപ്പോ ആ ബാഗ് ഓന്റെ തോളത്ത് ഇടണം. അപ്പൊ തോളത്ത് ഇട്ടാല് അവിടെ പൊട്ടേക്ക് കോട്ടൊക്കെ ഇട്ടുകാണ്ട് എന്റെ ബർത്ത്ഡേ കൊള്ളാവൂലേ. അതുകൊണ്ടാണ് എന്നോട് ഇടണ്ടായിരുന്നത് കേട്ടോ. കുപ്പായം വന്നിച്ചെടുത്തിട്ടോ ജിബുവോ ട്ടോ. മാത്രം പിടിച്ചാ മതി. ബാഗിന്ന് ഗായ്സ് അപ്പൊ നമ്മുടെ അബ്രഹാം ഖുറേഷിന്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു ആണെന്ന്. അഞ്ചാമത്തെ ഹാപ്പി ബർത്ത്ഡേ ടു യു ആണെന്ന്. അപ്പൊ ഞങ്ങൾ അവന്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു ആഘോഷിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. ഞങ്ങളവിടെ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നാ പറയാ. ബർത്ത്ഡേ നമ്മള് തറവാട്ടിലായിരുന്നു കപ്പ് കേക്ക് മുറിച്ചത് ഓർമ്മയുണ്ട്. അതായത് നമ്മൾ അബ്രുവിനാണ് ഏറ്റവും ലോക്കൽ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുള്ളത്. അതായത് ചെറിയ കപ്പ് കേക്ക് വട്ടത്തോട് മുറിപ്പിച്ച ആളാണ് ഞങ്ങള്. അപ്പൊ ഇപ്രാവശ്യം നമ്മള് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ഒരു ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് ഒന്നങ്ങോട്ട് കളറാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണെന്ന് അല്ലേ. കേക്കും അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിട്ട് ഒരുങ്ങിയിട്ട് ഇറങ്ങിയതാണ്. എവിടെയാണ് ഇമ്മയൊക്കെ? ഇവിടെ ഇങ്ങോട്ടേക്ക് ഇവിടെ അടുത്തോ പോണ്. എന്റെ ബർത്ത്ഡേ അല്ലേട്ടോ.
ഓക്കെ ഇങ്ങോട്ടൊക്കെ എവിടെയാണ് ആ ചിരി? ഞാൻ ഇവിടെ ഉണ്ട്. ഈശമ്മക്കുട്ടി എവിടെയാണ്? എല്ലാരും ആയില്ലേ? ആരാ ഡിക്കിക്കോനോട് കയറാൻ പറഞ്ഞ? എനിക്ക് എന്താ എടുക്കാൻ സ്ഥലല്ലേ? ലൈറ്റ് പോയതാണ് അപ്പൊ. പോവല്ലേ? അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങള് നമ്മുടെ അബ്രുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിട്ട് എവിടെ എത്തിയിട്ടുള്ളത്? എവിടെ എത്തിയിട്ടുള്ളത് അബ്രു? ഇവിടെ. അപ്പൊ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് എവിടെയാണ് കുഞ്ഞോളെ? മാജിക് ബ്ലെൻഡർ അല്ലേ? അതായത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. എവിടെ? വാണിയമ്പലം കഴിഞ്ഞിട്ട് വാണിയമ്പലത്തിന്റെയും കുറ്റിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലം, അങ്കപ്പോയിലേക്കൊക്കെ പോണ റോഡിന്റെ അടുത്ത്. അതായത് മാജിക് ബ്ലെൻഡർ കേട്ടോ. അതായത് ഇവിടെ നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നടത്താൻ പറ്റിയ നല്ല സെറ്റപ്പുകൾ ഉണ്ട്. പിന്നെ നല്ല ഫുഡ്, ജ്യൂസ് ഐറ്റംസ്, ഷവായ, അങ്ങനത്തെ അൽഫാം, ബ്രോസ്റ്റ്, മന്തി, എല്ലാവിധ സെറ്റപ്പോടും തുടങ്ങിയൊരു പുതിയ ഒരു വൈബ് റെസ്റ്റോറൻ്റ് ആണ് നമ്മുടെ മാജിക് ബ്ലെൻഡർ. അപ്പൊ അവിടേക്ക് തന്നെ പോകുന്നത്. അപ്പൊ ഇനിയിപ്പോ ആർക്ക് വരാനുള്ളത്? ഇതിക്ക് മൂക്കുത്തി പെങ്ങള്, മാമി വല്യമ്മയൊക്കെ വരുന്നുണ്ട് അല്ലേ? പിന്നെ ഇപ്പൊ അമ്മ എന്തോലെ പറഞ്ഞേ? അപ്പൊ ഓലും കൂടി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് കിടക്കാം അല്ലേ? പരിപാടിയിലേക്ക് കിടക്കാം. അങ്ങനെ ഗൈസ് ഇപ്പയും ആപ്പാപ്പിയും വല്യമ്മയും ഒക്കെ എത്തിയിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലേ എവിടെ ഇപ്പാ? വല്യമ്മ വല്യമ്മ ഇറങ്ങണില്ലേ? ഇറങ്ങാ പിന്നെ ഞങ്ങളോടെ കുത്തിരിക്കാം. കൊറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിനി എവിടെ വല്യമ്മാനപ്പൊ കാണാനല്ലോ. കൊറേ ആൾക്കാർ വിചാരങ്ങളൊന്നും ഇപ്പൊ ഇല്ലാന്നാ, ജീവിച്ചിരിപ്പില്ലാന്നാ. എന്ത് ഇറങ്ങി നിങ്ങൾ വീഡിയോയില് വരായിട്ടാണതേ. അവിടെ കസാലിയില് നീച്ചു ഞാൻ പറയണേ ബെസ്റ്റായിട്ടുള്ള ഒരാള് വരുമ്പോണ്ടല്ലോ. നിങ്ങളതിന് ഇറങ്ങാനും കൂടി അയച്ചിട്ടില്ലല്ലോ വീഡിയോ എടുത്ത് കാട്ട്. അങ്ങോട്ട് പോരി അറിയിക്കോളെ. മഴ പെയ്ത എന്താണ് അതല്ല ഇവിടെ അവിടെ ഇരുന്നാലും മതി. എന്നാ ഒരു കൂടി വന്നിട്ട് ഇതാക്കല്ലേ. ഗൈസ് അപ്പൊ ഇനി ഇതിക്ക് മൂക്കുത്തിപ്പെങ്ങൾ വരാണ്ട്. മൂക്കുത്തിപ്പെങ്ങൾ അതാ വരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും ഏകദേശം എത്തിയിട്ടുണ്ട്. ചളി ചളി വെള്ളം 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 വെള്ളം. ചാരണ്ട കേട്ടോ, കാർമ ചാരണ്ട കേട്ടോ. കോട്ടമ്മ ചളിയാക്കല്ലേ, കയ്യിലൊന്നും ചളിയാക്കരുത് കേട്ടോ. ഓ സാരില്ല സാരില്ല. ഇനിയിപ്പോ ആര് വരാനേ? ജാട് മുത്തൂരെടുത്ത് പോയിനിയോ? ഇല്ല അടക്കി നിന്ന് ഇന്നൊക്കെ പറഞ്ഞേ ഇതെന്തൊരു പറഞ്ഞത്? ഊഞ്ഞാല നടണ്ട. ഞാൻ വെറൈറ്റി ഒന്ന് പിടിച്ചതാ, പറഞ്ഞ കിട്ടി നന്നായി തോന്നിപ്പിച്ചാന്. ഇപ്പൊ പണ്ടാർത്ഥങ്ങള് മുഴുവൻ പറഞ്ഞ കുഞ്ഞോളൊക്കെ മുൻകൂട്ടിട്ടിക്കണേ. ചെറിയ വിലൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ട് കമന്റ് വാങ്ങിട്ട് പർദ്ദ ഞങ്ങളതായി. ഇത് പർദ്ദല്ല, ഇത് കോട്ടാണേ. മെല്ലെ പർദ്ദ ഇതിനുണ്ട് വർക്കൊക്കെ. ഇതിന് ഓട്ടതാകണൂടെ ഓട്ടയാണ്. മുത്തോടെ എത്തിന്ന് വെച്ചോക്കട്ടെ.
മിസ്റ്റർ ബീനാണ് മിസ്റ്റർ ബീന്. ഏതാണ് കോട്ടൊക്കെ അങ്ങനെ ഒരു ഉപകാരപ്പെടുത്തേ. ഈ ജൂൺ മാസം എല്ലാരും ബർത്ത്ഡേ ആണല്ലോ. ജൂൺ മാസേ ഓളെ ബർത്ത്ഡേ ആണ്, നൈഷുവിന്റെ ബർത്ത്ഡേ ആണ്, സിലുവിന്റെ, സോനുവിന്റെ, സിധുവിന്റെ. എല്ലാരും മനസ്സിൽ പിന്നെ ആരാ? അബ്രു മുറിക്കുമ്പോ മനസ്സിലെല്ലാരും ജൂൺ മാസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ജൂൺ മാസത്തിനെ കാരണം ചെലപ്പത്തിന് ഒരുങ്ങണത് പിന്നെ പ്രസവിച്ചത് 10 മാസം ആ മഴക്കാലത്ത് അങ്ങനെ ഒരുങ്ങിയതാണോ അഭിപ്രായം? അടുത്തല്ല ഓൽക്ക് മഴ വേനലും എല്ലാം കണക്കരങ്ങൾക്ക് ഓരോരോ കൾച്ചർലെസ് വർത്താനാണ് ഇവരൊക്കെ. ഇവരൊക്കെ ഞാൻ എൻ്റെ ചാനൽ തന്നെ കാണിക്കാൻ പാടില്ല. കാരണം ഉളുപ്പില്ലാത്ത വർത്താനം അല്ലേ ഗൈസ്? കമന്റ് ചെയ്യൂ ഓൽക്കെതിരെ. ഓക്കെ, ഇവിടെ വല്യമ്മ മീറ്റിംഗ് ആട്ടെ. എടാ ആട്ടണ്ട പോ അത് ചെറുക്കടിച്ചു മാറിക്ക് എന്നിട്ട് പോ. വല്യമ്മ അവിടെ അല്ലേ? പിന്നെ എവിടെ മംഗളം മരുവന് മാപ്പിളെ കൊറച്ചേരൊക്കെ കാത്തുക്കോ. മഞ്ഞ ഷോള് ഈ മിസ്റ്റർ ബീന്റെ ബർത്ത്ഡേ ആണ്. ഇതൊന്നും ആയിട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ അല്ലേ? എന്നാലേ കേക്ക് മുറിച്ചാൻ പോവല്ലേ? മുത്തൊക്കെ അങ്ങനെ വന്നോളൂ. നമുക്ക് കേക്ക് മുറിക്കണം. കേക്ക് മുറിച്ചല്ലേ? എടാ ഉമ്മയുടെ ഉമ്മി വല്യമ്മ ഇറങ്ങിന്നാ ഇറങ്ങി എടാ ഓഫായിക്ക. ആരണപ്പായില്ലേ അബ്രോ? അവിടെ നിക്ക്. വരി. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ മാജിക് പ്ലണ്ടർ കേട്ടോ. അതായത് വാണിയമ്പലത്തേക്കൊക്കെ അറിയാലോ. എന്താ ആംബിയൻസ് അല്ലേ? എങ്ങനെയുണ്ട്? സെറ്റായില്ലേ? അപ്പൊ ഇവിടെ ജ്യൂസ്, ബ്രോസ്റ്റ്, അൽഫാം എല്ലാവിധ ഐറ്റംസിനും മാജിക് പ്ലണ്ടറുമായി സമീപിക്കുക. ഓക്കെ, ബർത്ത്ഡേ പാർട്ടികൾക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആയി തരും. പോരി. ബർത്ത്ഡേ ബോയ് മുന്നിൽ വാ. വാ. നടക്ക്. അപ്പൊ ഗൈസ് ഇവിടെ നമ്മളെ ഓല് പറഞ്ഞപ്പോ നമുക്ക് ബലൂണൊക്കെ തൂക്കി സെറ്റാക്കി തന്നൊക്കെ ഇല്ല. ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവല്ലേ? ആംബിയൻസ് ആണ് ഇവിടുത്തെ മെയിൻ ഇട്ട് ഗൈസ്. സോനോ കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് ഇതൊരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരണം കേട്ടോ. ഞാൻ പറയുമ്പോ പോയിട്ട് കൊണ്ടുവന്നാൽ മതി. ഇവിടെ നോട്ടെ കേട്ടോ. കേക്ക് എടുത്ത് പോരും ആദ്യം. കേക്ക് എടുത്ത് വാ. നടക്ക്. കത്തി വെച്ചിട്ടില്ലേ ഇതില്? ഹാപ്പി ബർത്ത്ഡേ അബ്രു പറയടക്ക് ഗൈസ്. അങ്ങനെ നമ്മൾ അബ്രുവിന്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് വെക്ക്. ഇത് അർജന്റ് വിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് മുറിച്ചാൻ പാടും കേട്ടോ. ഓനക്ക് എത്തണമെങ്കിൽ ഇപ്പോ
ആ കസാലമ്മ കയറിക്കോ. ജിബ്രാനീശ കുറച്ച് അടുത്തേക്ക് വെച്ച കസാല. അതല്ല മുറിച്ചാനായിട്ടില്ല, ഞാൻ പറയട്ടെ. സെറ്റില്ല ബ്രോ. കത്തി നക്കിയതിന്റെ അടിയിലോനെ കട്ട് ചെയ്തോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാവർക്കും കൊടുക്കേ, ജിബ്രാനും കൊടുക്കേ, ചെറിയ കുട്ടിയൊക്കെ ആദ്യം കൊടുക്കേ. ഇബ്രാഹിമേ തരൂ. എന്ത് ടിഷക്ക് കൊടുക്കണ്ട, ടിഷക്ക് കൊടുക്കാനായിട്ടില്ല. അല്ലെ പുളിച്ചമ്മ കയറ്റിയാണ്ട് കുട്ടികൾക്ക് വയറിളക്കിയാണ്. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് ആർക്കും കൊടുക്കാത്തല്ല. എരുള്ളത് ഇപ്പൊ ഈ കുട്ടികളൊന്നും ലോൽപ്പിച്ച വെറുപ്പിച്ചിങ്ങനെ. അപ്പൊ ഇപ്പൊ അങ്ങനെയാണെന്നാ പറയണേ. കുട്ടികളെങ്ങനെ അപ്പോ ജിനി മാതിട്ട തിന്നത് ഫുഡ് കഴിക്കണ്ടേ? ഞാൻ തിന്നു. ഇനി തിന്നണ്ട. ഇപ്പൊ തിന്നല്ല, ഓലൊക്കെ തിന്നോട്ടെ. ഞാൻ ഇനായ പിടിച്ച ഇനായ തോന്നായിട്ട് എടുത്താ കാക്കൂന്നിട്ടില്ലല്ലോ. എനിക്ക് വേണ്ട. ഐ ആം ഷുഗർ കട്ട്. ചെറിയ പൊട്ട് കുഞ്ഞിന് എന്താ കട്ടാണ്? ഷുഗർ പെരീന്ന് കക്കൽ. കുഞ്ഞിന് ഫിഗർ കട്ട് തന്നെയാണ്. ഫിഗറൊക്കെ മൊത്തം പോയിക്കണ്, ആകെ അളിഞ്ഞ പോലെ ആയിക്കണ് ഇപ്പൊ. കൈ ആയിക്കോളി. ഷുഗർ കട്ട കുഞ്ഞിനൊക്കെ ഷുഗർ കട്ടുന്ന പെരീന്ന്. ആ എന്തേ ഏത് ജിമ്മില് സ്കൂൾ തോട്ടുമ്പത്തെ ചേർന്നിട്ടില്ല. അപ്പൊ ഞാൻ ചേർന്നിക്കണെങ്കിൽ എനിക്ക് എവിടെ അറിയില്ല. നിങ്ങളെ കണ്ട ഞാൻ നിർത്താം. കുട്ടിനാട്ടിലാണ് ഏറ്റവും വലിയ എക്സസൈസ് എന്നാ പറഞ്ഞു എന്നോട് മാഷ്. ചിലക്കല്ലേ എന്ത് ഒയ്യന്നെയാണ്. അതിനായി നിങ്ങക്ക് വേറെ ഞങ്ങക്ക് വേറെയാണ്. എന്നോട് അങ്ങനെയല്ലേ പറഞ്ഞു. കേറോളം അങ്ങനെ പറഞ്ഞു. കേറിയപ്പോ അങ്ങനെ നമ്മളെ ഇബ്രു കൊടുത്ത ഗിഫ്റ്റ് ആട്ടത്. ഇബ്രു കൊടുത്ത ഗിഫ്റ്റ് ആണിത്. അബ്രുവിന് കൊടുത്തേ. ആ നിക്ക് ആ മുട്ടായി കൊടുത്തോട്ടെ. വാങ്ങിക്കോ. ആ കൊടുത്തൽ കൊടുക്കല്ലേ. എടാ വല്യമ്മ വല്യമ്മക്കൊന്ന് എല്ലാവർക്കും കൊടുക്കേ. ഇമ്മി വല്യമ്മയൊക്കെ വന്നാണ്ട് ഓരോന്ന് വാങ്ങിക്കോളി വന്നിരുന്നു. അല്ലെങ്കിൽ ആകെ നിലത്തേക്ക് അവിടെ ആ കണ്ണ് കുത്താ ഓളടുത്ത് കൊടുക്കണ്ട. അൽക്കാക്കൂനും കൂടി തന്നിട്ട് ഇനി എല്ലാവർക്കും മുക്കളിയാക്കാർക്ക് നീ വീട്ടൊന്ന് ബാക്കി തിന്നോണ്ടിട്ടോ. വരാനൊക്കെ പോരെ? കേടെടുത്തരുത്തിട്ടോ. എന്താണ് അബ്രു ഗിഫ്റ്റ്? കാട്ടിക്കൊടുക്ക്. ഇതൊക്കെ ജോലിച്ചാണ്ട്
ഉറങ്ങാനേക്കൂല. നോക്കട്ടെ, അമ്പും ബില്ലും തീമലൊക്കെ പൊട്ടിക്കാനയക്കരുത് കേട്ടോ. അന്റെ മുട്ട അയക്കതുമുണ്ട് കേട്ടോ, ആക്കണമുണ്ട് ഒക്കെ എന്റെ തന്നെ കേട്ടോ. പനി ഫുഡ് കഴിക്ക. ആ കണ്ണ് കുത്തണ നോക്കിട്ടോ വടി. എന്ത് എല്ലാരും പോയി കാണാല്ലേ? അന്ന് ഞമ്മക്ക് ഫുഡ് കഴിക്കാൻ പോകാണ്ട് അവിടെ പോയിരുന്നാണ് എല്ലാരും. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ ബർത്ത്ഡേയുടെ അടുത്ത ഗഡുവായിട്ടുള്ള ഫുഡ് കഴിക്കലാണ്. അലിമാക്കേരുള്ളാത്തേക്കോട്ടെ നിനക്ക് ആയിട്ടില്ല കേട്ടോ. ഫുഡൊക്കെ വന്നിട്ട് എടുക്കട്ടോ. ഞാൻ ഓഫായിക്ക അതിന്റെ സൗണ്ട്. പ്ലേറ്റ് എല്ലാവർക്കും കൊടുക്കി. അതൊക്കെ പ്ലേറ്റ് ഇട്ടാ അതൊക്കെ അവിടെ പോയാണ്ട് ഇരുന്നാ. ഇതൊക്കെ വലിച്ചെറിയാണ്ട് നൈഷുവിന്റെ അടുത്തൊന്നല്ല, അവിടെ ഇരുന്നോ. നൈഷൊക്കെ ഞാൻ പേര് ചെന്നിട്ടോ. എന്ത് പൈപ്പ് കൂട്ടാനല്ലാന്നോ? ഇങ്ങനെ തിരിച്ചേക്കൂലേ കൊറേ നേരം. അപ്പൊ ഇരുന്ന ഞാൻ അവിടെ ആവശ്യത്തിൻ്റെ അടുത്തിരിക്കാം. നോക്കിക്കള് ഇവിടെയൊക്കെ തീറ്റ കഴിഞ്ഞു. ഇവൽക്കും ചോറ് കൊടുക്കണ്ട കേട്ടോ. ആ ബർഗർ കുട്ടികൾക്കും ചോറ് കൊടുക്കണ്ട. പിന്നെ ആ പ്ലേറ്റൊക്കെ ഇന്ന ഒരു ബർഗർ ഒന്നുമില്ല. പോവല്ലേ മന്ന ഒക്കെ റാഹത്തായില്ലേ? എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഇഷ്ടപ്പെട്ടില്ലേ? പോരി 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 പോരി. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങളെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് എല്ലാരും പിരിയുകയാണ്. നമ്മളെ മാജിക് ബ്ലണ്ടർ അബ്രു എങ്ങനെയുണ്ടായിരുന്നു ബർഗർ? അടിപൊളിയായോ? കുട്ടിനെ ഇഞ്ഞോളെടുത്ത് കൊടുത്താളി, ഇഞ്ഞോളെടുത്ത് കൊടുത്താളി. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഡയലോഗ് അടിച്ചു. ഞാൻ അങ്ങനെ ആവേശം കൂടാണേ. നമുക്ക് കുട്ടി വരുമ്പോ ബേജാറല്ലേ ഇപ്പൊക്കെ ആവേശം. അതിപ്പോ പണ്ട് മുതലേ സാഡിസ്റ്റാ. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നതാണ്. എന്നാ പോരി പോരി, വണ്ടി കയറി വണ്ടി കയറി. തെറ്റല്ലേ? എന്നാ കയറി കയറി. അപ്പൊ ചെല മുത്തുന്റെ ബാക്കിൽ പോണെന്നൊക്കെ പറഞ്ഞു. മുത്തു പാഞ്ഞു. എന്ത് അവിടെ എത്തിയിട്ടൊന്ന് വിളിച്ചെന്ന് പറയാ. ഞാൻ എവിടെയെങ്കിലും പോണ വിളിച്ചണ്ട. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് എത്തോണ്ടി. ആരൊക്കെ നമ്മളെ വണ്ടിയിൽ ആരൊക്കെ പോന്നീന്? കയറിക്കാണി കയറിക്കാണി. പൊരി 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 പൊരി. ആ സിധു അങ്ങോട്ട് ഇവിടെ നിക്കണ്ടോ ചോദിച്ചോക്ക്. സ്കൂളുണ്ടോ? ഇവിടെ ഇല്ല, നമ്മളെ പെരീക്ക് പോയിട്ടുണ്ടോ? കയറിക്കാണി കയറിക്കാണി.